സാന്ദ്രാനന്ദപ്പൊരുൾ നീ പരമമനുപമം കാലദേശാദികൾക്കും മീതെ മായാവിമുക്തം ശ്രുതിശതസഹസ്രങ്ങളാൽ സ്പഷ്ടമെന്നാൽ അസ്പഷ്ടം കണ്ടമാത്രയ്ക്കരിയൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ശോഭിച്ചിടുന്നു സാക്ഷാൽ ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. കൈരണ്ടും കൂപ്പി ഞാൻ വീണ്ടുമീരക്കുന്നു നീരജലോചന നിന്നോടായി ഏതീനോ മന്യനെ കുമ്പിടേണ്ടാത്തോരു രീതിയിൽ നീ എന്നെ പാലിക്കുന്നായി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇത്രയും കാരുണ്യം എന്നിൽ നടിച്ചതും ചിത്രം നളിപ്പതും ചിത്രം ചിത്രം കാരുണ്യവാരിധേ 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 കാരുണ്യാധേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 312 ഈ പാഠത്തിലൂടെ ദ്വിതീയ സ്കന്ധം 10-ാം അധ്യായത്തിലെ 18 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് ശ്രദ്ധയോടുകൂടി പഠിക്കാം. മുഖതസ്താലു നിർഭിന്നം ജിഹ്വാ തത്രോപജായത്തെ തതോ നാനാരസോ ജജ്ഞേ ജിഹ്വയായോധിഗമ്യതേ വിവക്ഷോർമുഖതോ ഭൂമ്നോ വന്യർവാഗ്വ്യാഹൃതം തയോഃ ജലേ വൈ തസ്യ സുചിരം നിരോധഃ സമജായത
നാസികേ നിരഭിദ്യേതാം ദോധൂയതി നഭസ്വതി തത്ര വായുർഗന്ധവഹോ ഘ്രാണോ നസി ജിഘൃക്ഷത യദാത്മനി നിരാലോകം ആത്മാനം ച ദിദൃക്ഷത നിർഭിന്നേ ഹൃക്ഷിണീ തസ്യ ജ്യോതി ചക്ഷുർഗുണഗ്രഹ ബോധ്യമാനസ്യ ഋഷിഭി ആത്മനഃ തൽജിഘൃക്ഷത കർണൗ ച നിരഭിദ്യേതാം ദിശശ്രോത്രം ഗുണഗ്രഹ വസ്തുനോ മൃദുകാഠിന്യലഘു ഗുർവോഷ്ണശീതതാം ജിഘൃക്ഷതത്വം നിർഭിന്നാ തസ്യാം ലോമമഹീരുഹാഃ തത്ര ചാന്തർബഹിർവാദസ്ത്വചാ ലബ്ധഗുണോ വൃത ഹസ്തൗരുരുഹതു തസ്യ നാനാകർമ്മചികീർഷയാ തയോസ്തു ബലമിന്ദ്രശ്ച ആദാനം ഉഭയാശ്രയം ഗതിം ജിഗീഷത പാദൗ രുരുഹാതേഭികാമികം പദ്ഭ്യാം യജ്ഞസ്വയം ഹവ്യം കർമ്മഭി ക്രിയതേ നൃഭി നിരഭിദ്യത ശിഷ്ണോ വൈ പ്രജാനന്ദാമൃതാർത്ഥിന ഉപസ്ഥ ആസീത് കാമാനാം പ്രിയം തദുഭയാശ്രയം നിരഭിദ്യത ശിഷ്ണോ വൈ പ്രജാനന്ദാമൃതാർത്ഥിന ഉപസ്ഥ ആസീത് കാമാനാം പ്രിയം തദുഭയാശ്രയം ഉത്സിസൃക്ഷോർധാതുമലം നിരഭിദ്യത വൈ ഗുദം തദപായുസ്തദോ മിത്ര ഉത്സർഗ ഉഭയാശ്രയ ആസിസൃപ്സോഃ പുരപുര്യാ നാഭിദ്വാരമപാനത തത്രാപാനത്തതോ മൃത്യു പൃഥക്ത്വം ഉഭയാശ്രയം ആദിൽസോരന്നപാനാനാം ആസൻ കുക്ഷ്യന്ത്രനാടയ നദ്യസമുദ്രാശ്ച തയോ തുഷ്ടിപുഷ്ടിസ്തദാശ്രയേ നിദിധ്യാസോരാത്മമായാം ഹൃദയം നിരഭിദ്യത തദോ മനഃ തദചന്ദ്ര സങ്കൽപ്പകാമയേവ ചാം ത്വക്ചർമ്മമാംസരുധിര മേദോ മജ്ജാസ്ഥിധാതവ ഭൂമ്യപ്തേജോമയാസപ്ത പ്രാണോ വ്യോമാംബുവായുഭി ഗുണാത്മകാനിന്ദ്രിയാണി ഭൂതാദിപ്രഭവാ ഗുണാഃ മനഃസർവവികാരാത്മാ ബുദ്ധിർവിജ്ഞാനരൂപിണീ ഏതൽ ഭഗവതോ രൂപം സ്ഥൂലം തേ വ്യാഹൃതം മയാ മഹ്യാധിഭിശ്ചാവരണൈഃ അഷ്ടഭിർബഹിരാവൃതം അതഃപരം സൂക്ഷ്മതമം അവ്യക്തം നിർവിശേഷണം അനാദിമധ്യനിധനം നിത്യം വാങ്മനസപരം. ധന്യാത്മാക്കളെ, ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 10-ാം അധ്യായത്തിലെ 18 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളുടെ പദങ്ങളും അന്വയങ്ങളും അന്വയാർത്ഥങ്ങളും പഠിക്കാം. ശ്ലോകം 18. മുഖതസ്ഥാലു നിർഭിന്നം ജിഹ്വാ തത്രോപജായത്തെ തതോ നാനാരസോ ജജ്ഞേ ജിഹ്വയായോധിഗമ്യതേ. മുഖത, മുഖത്തിൽ നിന്ന്, താലു
ഇന്ദ്രിയാധിഷ്ഠിത അംശം, ഇന്ദ്രിയാധിഷ്ഠാന അംശം നിർഭിന്നം ഉണ്ടായി. തത്ര അതിൽ ജിഹ്വ നാവ് ഉപജായതേ ഉണ്ടായി. തത അതിൽ നിന്ന് നാനാരസ ബഹുവിധമായ രസം യജ്ഞേ ജനിച്ചു. യാതൊന്ന് ജിഹ്വയ നാവിനാൽ അധിഗമ്യതയെ അറിയപ്പെടുന്നു. മുഖത്തിൽ താലു ഇന്ദ്രിയ അധിഷ്ഠാനമായ ഭാഗം ഉണ്ടായി. മുഖത്തിൽ നിന്ന് ഇന്ദ്രിയാധിഷ്ഠാനമായ ഭാഗം ഉണ്ടായി. ആ താലുവിൽ ജിഹ്വ എന്ന ഇന്ദ്രിയം ഉണ്ടായി. ഇതിന് അധ്യാത്മം എന്നു പേര്. പിന്നീട് നാനാവിധമായ രസമുണ്ടായി. കട്ടു, അമ്ലം, മധുരം, തിക്തം, കഷായം, ക്ഷാരം എന്ന ഭേദത്താൽ രസം 6 വിധം ആണ്. ഇതിന് ഇന്ദ്രിയ വിഷയം എന്നും അധിഭൂതം എന്നും പേർ പറയും. ഇതിൻ്റെ അധിദൈവം വരുണൻ കൂടെ പിന്നെ ഉണ്ടായി. ഇങ്ങനെ അധിഷ്ഠാനം, ഇന്ദ്രിയം, വിഷയം, ദേവത എന്ന 4 വകഭേദം ഉണ്ടായി എന്ന് എല്ലാ ദിക്കിലും മനസ്സിലാക്കേണ്ടതാകും. മുഖാധിഷ്ഠാനം താലു, നാവ് ഇന്ദ്രിയം, രസം വിഷയം, വരുണൻ ദേവത. ഈ മട്ടിൽ നേത്രാദികളെ പറയുമ്പോഴും ധരിച്ചുകൊള്ളണം. ശ്ലോകം 19. വിവക്ഷോർമുഖദോ ഭൂമ്നോ വന്യർവാക് വ്യാഹൃതം തയോഃ ജലേ വൈ തസ്യ സുചിരം നിരോധഃ സമജായത. വിവക്ഷോഃ വജിപ്പാനിച്ഛയുണ്ടായ, ഭൂമ്ന ഭൂമാവിൻ്റെ മുഖത്തിൽ നിന്ന്, വന്നി അഗ്നിയും, വാക്കും, തയോഹോ അവരിൽ നിന്ന്, വ്യാഹൃതം ഭാഷണവും ഉണ്ടായി. ജലേ വൈ ജലത്തിൽ തന്നെ, തസ്യ അതിന്, വാക്കിന്, നിരോധ തടസ്സം, രുചിരം അധികകാലം, സമജായത ഉണ്ടായി. വചിക്കണം എന്ന് സങ്കൽപ്പിച്ച പ്രഭുവിൻ്റെ മുഖത്തിൽ നിന്ന് വന്ഹിയും വാക്ക് എന്ന ഇന്ദ്രിയവും അവയുടെ സംയോഗത്തിൽ നിന്നുണ്ടാകുന്ന സംഭാഷണവും ഉണ്ടായി. ഈ അഗ്നി ഇത്രയും അധികകാലം ജലത്തിൽ തടസ്സപ്പെട്ടിരുന്നു. അധിഷ്ഠാനം മുഖവും, വന്ഹി ദേവതയും, വാക്ക് ഇന്ദ്രിയവും, വചനം വിഷയവും, ഈ 4 ഉണ്ടായി. ജലേ എന്നതിനു പകരം ഗളേ, കണ്ഠത്തിൽ എന്നുകൂടെ ചില ഇടത്ത് പാഠഭേദമുണ്ട്. ജലേ വൈ തസ്യ രുചിരം നിരോധഃ സമജായത എന്നുള്ളത് ചിലയിടത്ത് പാഠഭേദമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണ ജീവശരീരത്തിൽ നിന്ന്, അതായത് ജീവനുള്ള ശരീരത്തിൽ നിന്ന് സംഭാഷണ രൂപമായ വാക്ക് കണ്ഠത്തിൽ കുറെ കാലം തടസ്സപ്പെട്ടു നിൽക്കുന്നതിനാൽ ഉച്ചാരണം കാലക്രമത്തിലേ ഉണ്ടാവുകയുള്ളൂ എന്ന് സാരം. അതാണ് കൊച്ചുകുട്ടികൾക്കൊക്കെ ഉച്ചാരണം കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണല്ലോ പുറത്തേക്ക് വരുന്നത്. നാക്കുണ്ടായിട്ടും കാര്യമില്ല. ഉദാഹരണം ആണ് പറഞ്ഞത്. ശ്ലോകം 20. നാസികേ നിരഭിദ്യേതാം ദോധൂയതി നഭസ്വതി തത്ര വായുർഗന്ധവഹോ
ഘ്രാണോ നസി ജിഘൃക്ഷത. ജിഘൃക്ഷത തസ്യ, ഘ്രാണിപ്പാൻ ആഗ്രഹിച്ച പുരുഷന്റെ നഭസ്വതി പ്രാണവായു ദോധൂയതി, അത്യന്തം ചലിച്ച സമയത്തിൽ നാസികെ നാസാദ്വാരങ്ങൾ രണ്ടും നിരഭിദ്യേതാം നിർഭിന്നങ്ങളായി, തത്ര അസി ആ നാസികയിൽ ഘ്രാണേന്ദ്രിയവും ഗന്ധവഹ വായു ഗന്ധത്തെ വഹിക്കുന്ന വായുവും ഉണ്ടായി. പ്രാണവായു അധികം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാസാദ്വാരങ്ങൾ ഉണ്ടായി. അതിൽ ഗന്ധത്തെ വഹിക്കുന്ന ശ്വാസോച്ഛ്വാസ രൂപമായ കാറ്റുണ്ടായി. വാസനയെ ഗ്രഹിക്കണമെന്നുള്ള പുരുഷ സങ്കല്പമാണ് ഇതിന് കാരണം. ശ്ലോകം 21. യദാത്മനി നിരാലോകമാത്മാനം ച ദിദൃക്ഷത വിഭിന്നേ ഹ്യക്ഷിണീ തസ്യ ജ്യോതി ചക്ഷുർഗുണഗ്രഹ. ആത്മനി ശരീരത്തിൽ യഥാ നിരാലോകം എപ്പോൾ കാഴ്ചയില്ലായ്മ ഉണ്ടായോ അപ്പോൾ ആത്മാനം ശരീരത്തെ ദിദൃക്ഷത തസ്യ കാണുവാൻ ആഗ്രഹിച്ച അവന്റെ അക്ഷിണീ വിഭിന്നേ രണ്ടു കണ്ണുകളുണ്ടായി, ജ്യോതിഹി വെളിച്ചവും, ചക്ഷുഹു നേത്രേന്ദ്രിയവും, ഗുണഗ്രഹ രൂപഗ്രഹണവും ഉണ്ടായി. എപ്പോൾ ആത്മശരീരത്തിൽ കാഴ്ചയില്ലാതിരുന്നുവോ അപ്പോൾ ആത്മശരീരത്തെയും അന്യങ്ങളെയും കാണുവാൻ ആഗ്രഹിച്ച പുരുഷന് കണ്ണുകളുണ്ടായി. അതിൽ ജ്യോതി രൂപമായ ആദിത്യൻ ദേവതയായിട്ട് ഭവിച്ചു. ചക്ഷുസ് എന്ന ഇന്ദ്രിയം, രൂപഗ്രഹണങ്ങൾ അതിൻ്റെ വിഷയപ്രവൃത്തികൾ, നേത്രങ്ങൾ അധിഷ്ഠാനം, സൂര്യൻ ദേവത, രൂപം വിഷയം, രൂപജ്ഞാനം ഫലം. ശ്ലോകം 22. ബോധ്യമാനസ്യ ഋഷിഭി ആത്മനഃ തദ്ജിഘൃക്ഷത കർണൗ ച നിരഭിത്യേതാം ദിശ ശ്രോത്രം ഗുണഗ്രഹ. ഋഷിഭി വേദങ്ങളാൽ ബോധ്യമാനസ്യ ഉണർത്തപ്പെടുന്നവനും ജിഘൃക്ഷത ഗ്രഹിപ്പാൻ ആഗ്രഹിച്ചവനുമായ ആത്മന ആത്മാവിൻ്റെ കർണൗച കർണങ്ങളും നിരഭിദ്യേതാം ഉണ്ടായി, ദിശ ദിക്കുകളും, ശ്രോത്രം ശ്രോത്രേന്ദ്രിയവും, ഗുണഗ്രഹ ശബ്ദഗ്രഹണവുമുണ്ടായി. വേദങ്ങൾ സ്തോത്രം ചെയ്തുണർത്തുമ്പോൾ ആ സ്തോത്രങ്ങളെ ഗ്രഹിക്കണം എന്ന് സങ്കല്പിച്ച പുരുഷന് കർണങ്ങളുണ്ടായി. അതിൽ ദിക്കുകൾ ദേവതയായി ഭവിച്ചു. ശ്രോത്രം ഇന്ദ്രിയം, ശബ്ദം വിഷയം, ശബ്ദഗ്രഹണം ഫലം. കർണങ്ങൾ അധിഷ്ഠാനം, ശ്രോത്രം ഇന്ദ്രിയം, ദിക്കുകൾ ദേവത, ശബ്ദം വിഷയം എന്നീ നാലുമുണ്ടായി. ശ്ലോകം 23. വസ്തുനോ മൃദുകാഠിന്യ ലഘു ഗൂർവോഷ്ണതേ ശീതതാം ജിഘൃക്ഷത ത്വന്നിർഭിന്ന തസ്യാം ലോഹം ലോമമഹീരുഹ. വസ്തുന ദ്രവ്യത്തിന്റെ മൃദുകാഠിന്യ ലഘു ഗുർവോഷ്ണ ശീതതാം, മാർദ്ദവം കാഠിന്യം ലഘുത്വം ഗുരുത്വം ഉഷ്ണത ശൈത്യം എന്നതിങ്ങനെ അല്ലെങ്കിൽ എന്നതിനെ ജിഘൃക്ഷത ഗ്രഹിപ്പാൻ ആഗ്രഹിച്ച പുരുഷന്റെ ത്വക്നിർഭിന്ന ചർമ്മമുണ്ടായി, തസ്യാം അതിൽ ലോമമഹീരുഹ രോമങ്ങളും വൃക്ഷങ്ങളുമുണ്ടായി. ദ്രവ്യത്തിന്റെ മൃദുത്വം, കാഠിന്യം, ലഘുത്വം, ഗുരുത്വം, ഈഷദുഷ്ണത്വം, ശീതത്വം എന്നീ ഗുണങ്ങളെ അറിയുവാൻ ആഗ്രഹിച്ചപ്പോൾ പുരുഷന് ത്വക്കുണ്ടായി. ത്വഗിന്ദ്രിയത്തിന് അധിഷ്ഠാനമായ ചർമ്മമുണ്ടായി എന്ന് സാരം. അതിൽ രോമങ്ങളുണ്ടായി. അതിൽ അഭിമാനി ദേവത വായു, രോമങ്ങൾ വൃക്ഷങ്ങളായി ഭവിച്ചു. മറ്റു പാഠങ്ങളിൽ ഈ പദ്യത്തിന് ഒരു വരി കൂടി കാണുന്നുണ്ട്.
നമുക്ക് ആ വരി കൂടി മൂലം ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. തത്ര ചാന്തർബഹിർവാദസ്ത്വചാലബ്ധ ഗുണോ വൃത. ഇത് പ്രമാണമായിട്ട് എടുത്തിട്ടുണ്ട് മഹാത്മാക്കള്. അതിൽ തന്നെ ത്വക്കിനാൽ അറിയപ്പെടാവുന്ന ഗുണത്തോടു കൂടിയ വായുദേവത ഉള്ളിലും പുറത്തും വ്യാപിച്ചു എന്നാണ് ആ വരിയുടെ കൂടി അർത്ഥം. ശ്ലോകം 24. ഹസ്തോരുരുഹദുസ്തസ്യ നാനാകർമ്മ ചികീർഷയാ തയോസ്തു ബലമിന്ദ്രാശ്ച ആദാനമുഭയാശ്രയാ. നാനാകർമ്മ ചികീർഷയാ, ബഹുവിധ കർമ്മം ചെയ്യുവാനുള്ള ഇച്ഛ നിമിത്തം തസ്യ അവന്റെ ഹസ്തവും 2 കൈകൾ രുരുഹതു ഉണ്ടായി. തയോഹോ ആ 2-ൽ ബലം ഇന്ദ്ര ച ശക്തിയും ഇന്ദ്രനും പ്രവേശിച്ചു. ആദാനം സ്വീകാര്യം ഉഭയാശ്രയ 2-നെയും ആശ്രയിച്ചതാകുന്നു. നാനാകർമ്മങ്ങളെ ചെയ്യുവാൻ ഇച്ഛിച്ച പുരുഷന് കൈകളുണ്ടായി. അതുകളിൽ ബലത്തിന്റെ അധിപതിയായ ഇന്ദ്രൻ ദേവത, ഇന്ദ്രിയങ്ങളുടെയും ദേവതകളുടെയും സംയോഗ നിമിത്തം ജനിക്കുന്നതായ ആദാനമെന്ന പ്രവൃത്തിയും ഭവിച്ചു. ശ്ലോകം 25. ഗതിം ജിഗീഷത പാദൗ രുരുഹാദേഭികാമികാം പദ്ഭ്യാം യജ്ഞസ്വയം ഹവ്യം കർമ്മഭിക്രിയതേ നിർഭി. അഭികാമികാം ഗതിം ആഗ്രഹിച്ചതായ സഞ്ചാരത്തെ ജിഗീഷത ചെയ്യുവാനിച്ഛിച്ച പുരുഷന്റെ പാദവും രുരുഹാതെ 2 കാലുകളുണ്ടായി. നിർഭി മനുഷ്യരാൽ പദ്ഭ്യാം കർമ്മഭി കാലുകൾ കൊണ്ടു ചെയ്യപ്പെടുന്ന കർമ്മങ്ങളാൽ യജ്ഞ യാഗവും സ്വയം ഹവ്യം അതിനാവശ്യമായ ഹോമദ്രവ്യവും ക്രിയതേ ചെയ്യപ്പെടുന്നു. ഹവ്യം ഹോമത്തിന് വേണ്ടുന്ന ദ്രവ്യങ്ങൾ, ഹോമസാധനങ്ങളെയാണ് ഹവ്യം എന്ന് പറയുന്നത്. അഭീഷ്ടഗതിയെ ചെയ്യുവാൻ ആഗ്രഹിച്ച പുരുഷന് പാദങ്ങൾ ഉണ്ടായി. പാദങ്ങളോടുകൂടെ യജ്ഞസ്വരൂപനായ വിഷ്ണു അധിഷ്ഠാന ദേവതാരൂപേണ വസിക്കുന്നു. മനുഷ്യര് ഗമനാഗമനാദി കർമ്മങ്ങളാൽ യജ്ഞത്തിന് ഉപകരിക്കുന്ന സാധനമായ ഹവ്യത്തെ സമ്പാദിക്കുന്നു. സമഷ്ടി സ്വരൂപനായ പുരുഷന്റെ അവയവ വിഭാഗങ്ങളെ പറയുന്ന ഈ ഘട്ടത്തിൽ വ്യഷ്ടിജീവ ശരീര അവയവങ്ങളുടെ ഉത്ഭവ വ്യാപാരങ്ങളും അവയവ ദേവതകളും ഇതുമാതിരി തന്നെ എന്ന് ധരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് യജ്ഞകർമ്മങ്ങളെ നടത്താനുള്ള അധികാരികളായ നരന്മാരെ ഈ പദ്യത്തിൽ സൂചിപ്പിച്ചത്. ശ്ലോകം 26. നിരഭിദ്യത ശിഷ്ണോ വൈ പ്രജാനന്ദാമൃതാർത്ഥിന ഉപസ്ഥ ആസീത് കാമാനാം പ്രിയം തദുഭയാശ്രയം. പ്രജാനന്ദാമൃതാർത്ഥിന, പ്രജ ആനന്ദം മോക്ഷം ഇവയെ ആഗ്രഹിച്ച പുരുഷന്റെ ശിഷ്ണഃ ഗുഹ്യാവയവം നിരഭിദ്യത ഉണ്ടായി. ഉപസ്ഥ ആസീത് ഉപസ്ഥമെന്ന ഇന്ദ്രിയമുണ്ടായി. കാമാനാം പ്രിയം കാമിജനങ്ങളുടെ ഇഷ്ടം. തദുഭയാശ്രയം ഇന്ദ്രിയത്തെയും ദേവതയെയും ആശ്രയിച്ചിരിക്കുന്നു. സന്താനം സ്ത്രീ സംയോഗ സുഖം പിതൃകടം തീർക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ആനന്ദം ഇവയെ ആഗ്രഹിച്ച പുരുഷന് അതിനുപകരിക്കുന്ന അധിഷ്ഠാനമായ ശിഷ്ണം ഉണ്ടായി. പുരുഷ ഇന്ദ്രിയം ഉണ്ടായി. അതിനെ ആശ്രയിച്ചിരിക്കുന്ന ഇന്ദ്രിയത്തിന് ഉപസ്ഥം എന്ന് പേര്. അതിൻ്റെ ദേവത പ്രജാപതി. കാമങ്ങളുടെ തൃപ്തിയെ നൽകുന്നതായ സ്ത്രീ പുരുഷ സംയോഗമാകുന്ന വിഷയം ഇന്ദ്രിയം ദേവത എന്നീ 2-നെയും ആശ്രയിച്ചിരിക്കുന്നു.
ശ്ലോകം 27. ഉത്സിസൃക്ഷോർധാതുമലം നിരഭിദ്യത വൈഗുദം തതപ്പായുസ്തതോ മിത്ര ഉത്സർഗ ഉഭയാശ്രയ. ധാതുമലം അന്നാദികളുടെ ഉപയോഗശൂന്യമായ അംശത്തെ ഉത്സിസൃക്ഷോഹ പുറത്തേക്ക് കളയുവാൻ ആഗ്രഹിച്ച പുരുഷന്റെ ഗുദം അപാനദ്വാരം നിരഭിദ്യത വൈ ഉണ്ടായി. തഥ പായു അതിൽ പായുവെന്ന ഇന്ദ്രിയമുണ്ടായി. തഥ മിത്രഹ അതിന് മിത്രൻ എന്നു പേരായ ദേവതയുണ്ടായി. ഉഭയാശ്രയ രണ്ടിനെയും ആശ്രയിച്ചിരിക്കുന്ന ഉത്സർഗ വിസർജനവും ഉണ്ടായി. ഭുജിച്ചതായ അന്നാദി ധാതുക്കളുടെ ദുഷിച്ചതായ അംശങ്ങളെ പുറത്തേക്ക് തള്ളിക്കളയുവാൻ ആഗ്രഹിച്ചപ്പോൾ ഗുദമുണ്ടായി. അതിനെ ആശ്രയിച്ചിരിക്കുന്നതായി ഇന്ദ്രിയം പായു. മിത്രൻ ദേവത. മലത്തിൻ്റെ ഉത്സർഗം പുറത്തേക്ക് കളയുന്നതായ വൃത്തി വിഷയം. ശ്ലോകം 28. ആസിസൃപ്സോഹപുരപുര്യാനാഭിദ്വാരമപാനത തത്രാപാനസ്തതോ മൃത്യു പൃഥക്ത്വം ഉഭയാശ്രയം. പുരിയിൽ നിന്ന് പുരഹ അന്യപുരികളെ ആസിസൃപ്സോഹ സഞ്ചരിപ്പാൻ ആഗ്രഹിക്കുന്ന പുരുഷന് അപാനത അപാനവായുവിൽ നിന്ന് നാഭിദ്വാരം നാഭിരൂപമായ ദ്വാരമുണ്ടായി. തത്ര അതിൽ അപാനൻ എന്നു പേരായ ഇന്ദ്രിയമുണ്ടായി. തഥ അതിൽ നിന്ന് മൃത്യുഹു മരണമുണ്ടായി. പൃഥക്ത്വം വേറിടുന്നതായ മരണം. ഉഭയാശ്രയം രണ്ടിനെ ആശ്രയിച്ചിരിക്കുന്നത്. ഈ ശരീരത്തിൽ നിന്ന് വെളിക്ക് സഞ്ചരിച്ച് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുവാൻ ആഗ്രഹിച്ച പുരുഷന് അപാനവായുവിൽ നിന്ന് നാഭിദ്വാരമുണ്ടായി. അതിൽ അപാനമെന്ന ഇന്ദ്രിയവും അതിൻ്റെ ദേവതയായി മൃത്യുവും ഇന്ദ്രിയ ദേവതകളെ ആശ്രയിച്ചിരിക്കുന്നതായ ദേഹവിയോഗരൂപമായ മരണവും ഉണ്ടായി. ശ്ലോകം 29. ആദിൽ സോരന്നപാനാനാമാസൻ കുക്ഷ്യന്ത്രനാടയന്നദ്യ സമുദ്രാശ്ച തയോഃ തുഷ്ടിപുഷ്ടി തദാശ്രയേ. അന്നപാനാനാം അന്നപാനങ്ങളെ ആദിൽ സോഹോ സ്വീകരിപ്പാൻ ആഗ്രഹിച്ച പുരുഷന്റെ കുക്ഷ്യന്ത്രനാടയ കുക്ഷിയും അന്ത്രങ്ങളായ നാഡികളും നദ്യ സമുദ്രാഹ ച നദികളും സമുദ്രങ്ങളും തയോഹോ ആ രണ്ടിൽ നിന്ന് തദാശ്രയേ ആ രണ്ടിനെയും ആശ്രയിച്ചിരിക്കുന്നതായ തുഷ്ടിപുഷ്ടിച്ച സന്തോഷവും പോഷണവും ഉണ്ടായി. അന്നപാനങ്ങളെ ആദാനം ചെയ്യുവാൻ ഇച്ഛിച്ചപ്പോൾ കുക്ഷിയാകുന്ന അധിഷ്ഠാനവും ആന്ത്രങ്ങളും നാഡികളുമാകുന്ന ഇന്ദ്രിയങ്ങളും കുക്ഷിയുടെ നേതാവായിട്ട് സമുദ്രവും നാഡികളുടെ നേതാവായിട്ട് നദികളും ഉദരത്തെ ഭരിക്കുന്നത് കൊണ്ടുള്ള തുഷ്ടിയും രസപരിണാമം കൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന പുഷ്ടിയും ഇന്ദ്രിയ ദേവതകളുടെ സംയോഗ നിമിത്തമുള്ള ഈ രണ്ട് ഫലവും ജനിച്ചു. ശ്ലോകം 30. നിധിധ്യാസോരാത്മമായാം ഹൃദയം നിരഭിദ്യത തതോ മനഃ. നിധിധ്യാസോരാത്മമായാം ഹൃദയം നിരഭിദ്യത തതോ മനഃ തതശ്ചന്ദ്ര സങ്കൽപ്പകാമ ഏവ ച. ആത്മമായാം തൻ്റെ മായയെ നിധിധ്യാസോഹോ ഏറ്റവും ചിന്തിപ്പാനിച്ഛിച്ച പുരുഷന്റെ ഹൃദയം കമലാകാരമായ അധിഷ്ഠാനം നിരഭിദ്യത ഉണ്ടായി. തഥ മനഃ അതിൽ മനസ്സെന്ന ഇന്ദ്രിയവും തഥാ ചന്ദ്ര അതിൽ നിന്ന് ചന്ദ്രനും സങ്കല്പ പരമാർത്ഥ ചിന്തയും കാമ അഭിലാഷവും ഉണ്ടായി. ആത്മാവിൻ്റെ പ്രകൃതി കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ
ആഗ്രഹിച്ചപ്പോൾ ഹൃദയമുണ്ടായി. അതിൽ ചിന്തിക്കുന്ന ഇന്ദ്രിയം മനസ്സ്, അതിൻ്റെ ദേവത ചന്ദ്രൻ, സങ്കല്പം വിഷയം, അഭിലാഷം സാധിക്കുന്നത് ഫലം. ശ്ലോകം 31. ത്വക്ചർമ്മമാംസരുധിരമേദോ മജ്ജാസ്ഥിധാതവ ഭൂമ്യപ്തേജോമയാ സപ്ത പ്രാണോ വ്യോമാംബുവായുഭി. ത്വക്മീതേയുള്ള സൂക്ഷ്മമായ തോല്, ചർമ്മ തോലിനുള്ളിലുള്ള സ്ഥൂലമായ തോല്, മാംസം, രുധിര രക്തം, മേധ നെയ്യ്, മജ്ജ പശ, അസ്ഥി എല്ല്, ധാതവ ധാതുക്കൾ, ശരീരത്തിലുള്ള പദാർത്ഥങ്ങൾ, ഭൂമ്യ തേജോമയാഹ ഭൂമി ജലം അഗ്നി ഇവയാകുന്ന ഭൂമി ജലം അഗ്നി ഇവയാകുന്ന കാരണദ്രവ്യങ്ങളിൽ നിന്നുണ്ടായ കാര്യദ്രവ്യങ്ങൾ സപ്ത 7, പ്രാണ തു പ്രാണനാകട്ടെ, വ്യോമാംബു വായുഭി ആകാശം ജലം വായു ഇവയുടെ കാര്യഭൂതമാണ്. അധിദൈവം അധ്യാത്മം അധിഭൂതം എന്നീ ഭേദങ്ങളെ വേർതിരിച്ച് കാട്ടിയ ശേഷം അതിൻ്റെ അംശഭൂതങ്ങളായ ധാതുക്കളുടെ സ്വരൂപത്തെ പറയുന്നു. സൂക്ഷ്മമായിട്ടും പുറമേ വ്യാപിച്ചിരിക്കുന്നതുമായ ത്വക്ക്, അതിൻ്റെ അന്തർഭാഗത്തുള്ളതും സ്ഥൂലമായിരിക്കുന്നതുമായ ചർമ്മം, മാംസം, രുധിരം, മേധസ്, മജ്ജ, അസ്ഥി എന്നീ 7 ധാതുക്കൾ ഭൂമി ജലം വഹ്നി എന്നീ 3 ഭൂതങ്ങളുടെ വികാരങ്ങളായിട്ടുണ്ടായി. ആകാശം ജലം വായു ഈ 3ൻ്റെയും സമുദായ രൂപമായിട്ട് പ്രാണനും ഉണ്ടായി. ശ്ലോകം 32. ഗുണാത്മകാനി ഇന്ദ്രിയാണി ഭൂതാദിപ്രഭവാ ഗുണാഃ മനഃസർവവികാരാത്മാ ബുദ്ധിർവിജ്ഞാനരൂപിണി. ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ, ഗുണാത്മകാനി ഗുണകാര്യങ്ങൾ, ഗുണാഃ ഗുണങ്ങൾ, ഭൂതാദിപ്രഭവാ ഭൂതങ്ങളുടെ ആദിയിലുണ്ടായ അഹങ്കാരത്തിൽ നിന്നുണ്ടായവ, മനസ്സ്, സർവവികാരാത്മാ എല്ലാ വികാരങ്ങളുടെയും സ്വരൂപമാകുന്നു. ബുദ്ധി വിജ്ഞാനരൂപിണി പലവിധമായ ജ്ഞാനമാകുന്ന രൂപത്തോടു കൂടിയതാകുന്നു. ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങൾ രജോ ഗുണകാര്യങ്ങൾ, അതുകൊണ്ട് ശബ്ദാദി ഗുണങ്ങളിൽ അവ ഉന്മുഖങ്ങളായിരിക്കുന്നു. ഗുണങ്ങളാകട്ടെ ഭൂതാദിയായ അഹങ്കാരത്തിന്റെ കാര്യങ്ങൾ. മനസ്സ് കാമാദികളായ സർവവികാരങ്ങളുടെ സ്വരൂപമാകുന്നു. ബുദ്ധി വിജ്ഞാന സ്വരൂപമാകുന്നു. പലവിധമായ അജ്ഞാനത്തിന്റെ സ്വരൂപമായിരിക്കുന്നതല്ലാതെ പരമാർത്ഥത്തെ മാത്രം ഗ്രഹിക്കുന്നതല്ല ബുദ്ധി എന്ന് ധരിക്കണം. ശ്ലോകം 33. ഏതദ് ഭഗവതോ രൂപം സ്ഥൂലം ദേവ്യാഹൃതം മയാ മഹ്യാദിഭിശ്ചാവരണൈഃ അഷ്ടഭിർബഹിരാവൃതം. മഹ്യാദിഭി ഭൂമി മുതലായ അഷ്ടഭി ആവരണൈഃ 8 വിധത്തിലുള്ള ആച്ഛാദന വസ്തുക്കളാൽ ബഹി ആവൃതം പുറമേ മൂടപ്പെട്ടിരിക്കുന്ന
ഭഗവത ഭഗവാന്റെ ഏതൽ സ്ഥൂലം രൂപം, ഈ സ്ഥൂലമായ രൂപം മയാ എന്നാൽ തേ അങ്ങയോട് വ്യാഹൃതം പറയപ്പെട്ടു. ഇതുവരെ പറഞ്ഞ സ്വരൂപത്തെ ഉപസംഹരിക്കുന്നു. പൃഥിവി, ജലം, അഗ്നി, വായു, ആകാശം, അഹങ്കാരം, മഹത്വത്വം, അവ്യക്തം എന്ന 8 വിധം ആവരണങ്ങളാൽ ബഹിർഭാഗത്തിൽ മറയ്ക്കപ്പെട്ടതും ബ്രഹ്മാണ്ഡ രൂപവുമായ ഭഗവാന്റെ സ്ഥൂലരൂപം ഇതാകുന്നു. ഇതിന്റെ വിവരണം ഞാൻ അങ്ങയോട് പറഞ്ഞു. ശ്ലോകം 34. അദപരം സൂക്ഷ്മതമമവ്യക്തം നിർവിശേഷണം അനാദിമധ്യനിധനം നിത്യം വാങ്മനസപരം. അദപരം ഇനിമേൽ സൂക്ഷ്മതമം അത്യന്തം സൂക്ഷ്മവും അവ്യക്തം വ്യക്തമല്ലാത്തതും നിർവിശേഷണം വിശേഷണങ്ങൾ കൊണ്ട് വേർതിരിച്ചു കാട്ടുവാൻ കഴിയാത്തതും അനാദിമധ്യനിധനം ആദിയും മധ്യവും അവസാനവുമില്ലാത്തതും നിത്യം എന്നും ഒരുപോലെ ഇരിക്കുന്നതും വാങ്മനസ പരം വാക്കിനും മനസ്സിനും അപ്പുറത്തിരിക്കുന്നതുമായ ഭഗവത രൂപം അസ്തി, ഭഗവാന്റെ രൂപമുണ്ട്. സ്ഥൂലരൂപത്തെ പറഞ്ഞ ശേഷം ഇതിൽ നിന്ന് വിലക്ഷണവും സൂക്ഷ്മവുമായ സമഷ്ടി ലിംഗ ശരീരത്തെ പറ്റി ഇനിമേൽ പറയുന്നു. ഈ സ്ഥൂലരൂപത്തിൽ നിന്നും അന്യവും സ്ഥൂലത്തിന് കാരണവും എപ്പോഴും ഏകരൂപവും വാക്കിനും മനസ്സിനും വിഷയമല്ലാത്തതും അത്യന്തം സൂക്ഷ്മവും ലക്ഷണം പറയുവാൻ സാധിക്കാത്തതും നേത്രാദികളായി ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുവാൻ കഴിയായകയാൽ അവ്യക്തവും ഉൽപ്പത്തി സ്ഥിതിലയമില്ലാത്തതുമായ സൂക്ഷ്മരൂപം ഭഗവാനുള്ളത് യാതൊന്നോ അതുതന്നെ സമഷ്ടി കാരണ ശരീരം. ഇനി അടുത്ത പാഠഭാഗത്തോടുകൂടി ഈ 10ാമത്തെ അധ്യായവും ദ്വിതീയ സ്കന്ധവും സമർപ്പിക്കും. 35 മുതലുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത പാഠഭാഗത്തിലൂടെ പഠിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.